എപ്പിസോഡ് 8 ആരംഭിക്കുന്നത് ഉത്തര കൊറിയൻ സൈനികർ മിസ്റ്റർ കിമ്മിനെ ക്രൂരമായി ചോദ്യം ചെയ്യുന്നതോടെയാണ്. അദ്ദേഹത്തിന് നന്നായി മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം പീഡനപരമായ ചോദ്യം ചെയ്യലുകൾ നടന്നതായി വ്യക്തമാകുന്നു. എന്നാൽ മിസ്റ്റർ കിം ആകട്ടെ ദക്ഷിണ കൊറിയയിൽ താമസിച്ചിരുന്ന ആ സമയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും വെളിപ്പെടുത്തുന്നില്ല. മിൻജിയെ ഉപദ്രവിക്കുമെന്ന് ഒരു സൈനികൻ ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം ആ സൈനികനെ മിസ്റ്റർ കിം കൊന്നുകളയുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്കെത്തുന്നു. അവിടെ മോൾ ക്രിക്കറ്റ് എന്ന ഏജൻറ്റിനെയും തൻ്റെ മേലധികാരിയെയും കാണുന്നു. അവർ അദ്ദേഹത്തെ ദക്ഷിണ കൊറിയയിലേക്ക് വീണ്ടും സ്വാഗതമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. അപ്പോഴാണ് ഇത് മുഴുവൻ ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ ഒരു ലോയൽറ്റി ടെസ്റ്റ് ആയിരുന്നെന്ന് വെളിപ്പെടുന്നത്. അതായത് സൗത്ത് കൊറിയൻ ഏജൻസി തന്നെ ഒരു നോർത്ത് കൊറിയൻ സെറ്റപ്പ് പോലെ ആക്കി കിമ്മിനെ കൊണ്ട് സൗത്ത് കൊറിയയിലെ കാര്യങ്ങൾ ചോദിക്കുന്നതായിരുന്നു. പക്ഷേ സൗത്ത് കൊറിയൻ ഏജൻസിനെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത്രയും ക്രൂരമായ പീഡനം നടന്നിട്ട് പോലും മിസ്റ്റർ കിം സൗത്ത് കൊറിയയെപ്പറ്റിയും അയാൾ അവിടെ താമസിച്ചിരുന്ന സമയത്തെപ്പറ്റിയും ഒന്നും തന്നെ റിവീൽ ചെയ്യുന്നില്ല. രാജ്യത്തിനു വേണ്ടി അവസാനമായി ഒരു ദൗത്യം കൂടി ചെയ്യാൻ വേണ്ടിയാണ് മിസ്റ്റർ കിമ്മിനെ അവർ ജീവനോടെ വെച്ചിരുന്നത്. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിനും മകൾ ബിൻജിക്കും പുതിയ തിരിച്ചറിയലോടുകൂടി സ്വതന്ത്ര ജീവിതം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ദൗത്യം ദക്ഷിണ കൊറിയയിൽ അഭയം തേടിയ ഒരു ഉത്തര കൊറിയൻ ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ്. എന്നാൽ അതേസമയം ഉത്തര ദക്ഷിണ കൊറിയ ചർച്ചകളും നടക്കാനിരിക്കുകയാണ്. മിസ്റ്റർ കിം ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. പക്ഷേ ഒരു നിബന്ധന വയ്ക്കുന്നു. ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ മിൻജിയുടെ സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഹാൻസുവിനെയും പാർക്ക് ജിൻചോളിനെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. ഈ ഡിമാൻഡെല്ലാം അവരോട് മിസ്റ്റർ കിം ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഹാൻസുവിനെയും ജിൻചോളിനെയും മയക്കുമരുന്ന് നൽകി ബോധരഹിതരാക്കി വായ്ക്കെട്ടി ഒരു ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഉപേക്ഷിക്കുന്നു. ആദ്യം ഹാൻസു രക്ഷപ്പെടുകയും സമീപത്തെ ഒരു കടയിലെത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് താൻ ദക്ഷിണ കൊറിയയുടെ ഏറ്റവും തെക്കേയറ്റമായ ഹേനാം പ്രദേശത്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ജീൻചോളും രക്ഷപ്പെടുന്നു. അതേസമയം മിസ്റ്റർ കിമ്മിനോട് നേരിട്ട അപമാനത്തിൽ നിന്ന് ഇനിയും മുക്തനായിട്ടില്ല. അടുത്ത ദിവസം ഒരു നിയമസഭാംഗത്തെ കണ്ടുമുട്ടി വരാനിരിക്കുന്ന ഉത്തര ദക്ഷിണ ചർച്ചകൾക്ക് ശേഷം ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അതിനിടെ മിസ്റ്റർ കിമ്മിൻ്റെയും മിൻജിയുടെയും പേരിൽ ഔദ്യോഗിക രേഖകളൊന്നും ഇല്ലെന്നും അവർ നിയമപരമായി ഇവിടുത്തെ സിറ്റിസൺ അല്ലെന്നും ആ നിയമസഭാംഗം വെളിപ്പെടുത്തുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് പാർക്ക് ജിൻചോൾ ഒടുവിൽ വീട്ടിലെത്തുന്നു. പക്ഷേ താൻ ഇത്രയും ദിവസം കാണാതായിരുന്നത് പോലും മകൾ അറിഞ്ഞിരുന്നില്ല. അച്ഛൻ ധരിച്ചിരിക്കുന്ന ടീഷർട്ട് കണ്ട് മകൾ അച്ഛനെ കളിയാക്കുന്നു. മാത്രവുമല്ല നല്ല സ്മെല്ലുമുണ്ട്. ഇത് കാരണം ഭാര്യയും അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതേസമയം ദക്ഷിണ കൊറിയയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്രത്തിൽ ഒരു ബോട്ടിലൂടെ അഭയം തേടിയ ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു ബോട്ടിലേക്ക് മാറ്റി കരയിലെത്തിക്കുന്നു. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മിസ്റ്റർ കിം കാത്തു നിൽക്കുകയാണ്. ഇതാണ് മിസ്റ്റർ കിമ്മിൻ്റെ അവസാന ദൗത്യം. ആ വ്യക്തിയെ കണ്ടതോടുകൂടി മിസ്റ്റർ കിമ്മിന് ഒരു കാര്യം മനസ്സിലാകുന്നു. ആ വന്ന ഉത്തര കൊറിയൻ വ്യക്തി കിമ്മിൻ്റെ മുൻ മേലധികാരിയാണ്. 2 വർഷം മുമ്പ് 66 പേരുടെ മരണത്തിന് കാരണമായ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ കുറ്റാരോപിതനായതിനാൽ അദ്ദേഹം ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹം ഉത്തര കൊറിയയുടെ ഡയറക്ടർ ജനറൽ ആയതിനാൽ രാജ്യത്തിൻ്റെ മിസൈൽ പദ്ധതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇത് കേട്ട് മിസ്റ്റർ കിം അമ്പരന്നു പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഒരു സുരക്ഷിത ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സാങ്ങയും ആ ഡ്രൈ ക്ലീൻ ഷോപ്പിൻ്റെ ഉടമയായ SMD ഏജൻറ്റും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ മിൻജിയെ SMD ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവൾ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിസ്റ്റർ കിം ഉത്തരവുകൾ പാലിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ വീണ്ടും കാണാനാകൂ എന്ന് മോൾ ക്രിക്കറ്റ് പറയുന്നു. മിസ്റ്റർ കിമ്മും മറ്റ് ഏജൻറ്റുമാരും ചേർന്ന് സുരക്ഷിത കേന്ദ്രത്തിൻ്റെ സുരക്ഷ ശക്തമാക്കുന്നു. അതിനിടെ ഡയറക്ടർ ജനറലിൻ്റെ ശരീരത്തിലുള്ള മുറിവ് പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ രഹസ്യ വിവരങ്ങളുള്ള ഒരു ഡിസ്ക് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. മറ്റൊരിടത്ത് മിസ്റ്റർ ജു തൻ്റെ റിസോർട്ട് ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥർക്കും ഉപമന്ത്രിക്കും കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഉപമന്ത്രിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ മിസ്റ്റർ കിമ്മിനോട് പ്രതികാരം ചെയ്യാൻ ഇരുവരും ധാരണയിലെത്തുന്നു. ഇതിനിടയിൽ പാർക്ക് ജിൻചോളും ഹാൻസുവും വീണ്ടും കണ്ടുമുട്ടി ബിയർ കുടിക്കുന്നു. SMD സംഭവത്തിന് ശേഷം തൻ്റെ വിദ്യാർത്ഥികൾ വിട്ടുപോയതിനാൽ പുതിയ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ഹാൻസു ശ്രമിക്കുകയാണ്.
SMD ആകട്ടെ ജിൻഷോളിൻ്റെ ആയുധശേഖരവും പിടിച്ചെടുത്തിരുന്നു. ഈ ടൈമിലാണ് ഹാൻസുവിന് ഒരു ഫോൺ കോൾ വരുന്നത്. സ്കൂളിൽ മറ്റു കുട്ടികളെ മർദ്ദിച്ചതിനെ തുടർന്ന് മകൻ തേഹുവിനെ കുറിച്ചായിരുന്നു ആ ഫോൺ കോൾ. ഹാൻസുവിന് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തതിൽ ദേഷ്യം വരുന്നു. പിന്നീട് ഹാൻസു മകനെ ഒരു പാഠം പഠിപ്പിക്കാൻ പ്രത്യേക പരിശീലനത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇനി കാണിക്കുന്ന സീൻ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രതിനിധി സംഘം വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തുന്നു. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി സ്വതന്ത്ര വ്യാപാര മേഖലയെക്കുറിച്ച് സംസാരിച്ചെങ്കിലും ഉത്തര കൊറിയൻ പ്രതിനിധി അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അതിനിടയിൽ റീ യൂങ് റോങ് ദക്ഷിണ കൊറിയയിലുണ്ടെന്ന വിവരം ഉത്തര കൊറിയൻ പ്രതിനിധിക്ക് ലഭിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആ അത്താഴ വിരുന്ന് വിട്ടുപോകുന്നു. ഈ റീ യൂങ് റോങ് ആണ് കിമ്മിൻ്റെ മുൻ മേലധികാരി. അതേസമയം മിസ്റ്റർ ജു ഇവിടെ ഒരു ചരട് വലിക്കുകയാണ്. റീ യൂങ് റോങ്ങിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അവർക്ക് നൽകി. അതുപോലെ തന്നെ സുരക്ഷിത കേന്ദ്രം ആക്രമിക്കുന്ന സമയത്ത് മിസ്റ്റർ കിമ്മിനെ കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ആ പ്രതിനിധിയെ കൈക്കൂലി നൽകി സ്വാധീനിക്കുന്നു. സുരക്ഷിത കേന്ദ്രത്തിൽ അടിയന്തര ജാഗ്രത പ്രഖ്യാപിക്കുന്നു. ഏജന്റുമാർ ഡയറക്ടർ ജനറലിനെ കൂട്ടിക്കൊണ്ട് കാട് വഴി രക്ഷപ്പെടുന്നു. ഉത്തര കൊറിയൻ ഏജന്റുമാർ അവരെ പിന്തുടരുമ്പോൾ അത് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ മിസ്റ്റർ കിമ്മും ഡയറക്ടർ ജനറലും ഇപ്പോഴും സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നു. അവർ മറ്റൊരു കാറിൽ രക്ഷപ്പെടുന്നു. അതേസമയം മിസ്റ്റർ കിമ്മിന് ഒരു ഡൗട്ട് തോന്നുകയാണ്. ഈ SMD ഏജൻറ്റുമാരിൽ തന്നെ ഒരു ചാരനുണ്ടെന്ന് മിസ്റ്റർ കിം സംശയിക്കുന്നു. അതിനെക്കുറിച്ച് സാങ്ങയെ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് മിസ്റ്റർ ജൂവിനും ഉത്തര കൊറിയൻ പ്രതിനിധിക്കും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു. ഡയറക്ടർ ജനറലിനെ ജീവനോടെ പിടികൂടാൻ തൻ്റെ സഹായം നൽകാമെന്ന് മിസ്റ്റർ ജൂ പറയുന്നു. SMDയിലും സംഭവങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. മിസ്റ്റർ കിം ഡയറക്ടർ ജനറലിനെ ജിൻഷോളിൻ്റെ ട്രെയിലറിലേക്ക് കൊണ്ടുപോകുന്നു. ജീവനോടെ മിസ്റ്റർ കിമ്മിനെ കണ്ട ഹാൻസുവും ജിൻഷോളും ഞെട്ടിപ്പോകുന്നു. എന്നാൽ അധികം വൈകാതെ മോൾ ക്രിക്കറ്റും SMD ഏജൻറ്റുമാരും അവരെ കണ്ടെത്തുന്നു. മോൾ ക്രിക്കറ്റ് മിസ്റ്റർ കിമ്മിനോടും ഡയറക്ടർ ജനറലിനോടും അവർ വീണ്ടും ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയക്കപ്പെടുമെന്ന് പറയുന്നു. കാരണം മിസ്റ്റർ കിം തൻ്റെ ദൗത്യം പരാജയപ്പെടുത്തിയെന്നാണ് SMDയുടെ വിലയിരുത്തൽ. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് 8 അവസാനിക്കുന്നത്.